ഇമാജിൻ, നമ്മുടെ ഭൂമിക്കൊരു ശ്വാസകോശമുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഭൂമിയുടെ ശ്വാസകോശമായാണ് ആമസോൺ മഴക്കാടുകളെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ആ ഒരു മഴക്കാടുകളെ പതിയെ വെട്ടിമുറിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഖനനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വെറുമൊരു മരം വെട്ടിമുറിക്കലല്ല, മറിച്ച് ഒരു ഇൻ്റർനാഷണൽ മീറ്റിങ്ങിന് വേണ്ടി. യെസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. ആമസോൺ മഴക്കാടുകളുടെ ഹൃദയഭാഗത്ത്, അതായത് ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളിലൊന്നായ ആമസോൺ മഴക്കാടിനുള്ളിൽ COP30 എന്ന ആഗോള കാലാവസ്ഥാ സമ്മേളനത്തിന് വേണ്ടി ഒരു പുതിയ ഹൈവേ നിർമ്മിക്കുകയാണ്. ഏറ്റവും വിചിത്രമായ ഒരു തീരുമാനം. തെക്കേ അമേരിക്കയുടെ ഭാഗമായ 9 രാജ്യങ്ങളിലായി ഏകദേശം 5.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിലധികം പരന്നു കിടക്കുന്ന ഒരു വലിയ വനമാണ് ആമസോൺ മഴക്കാടുകൾ. ഇതൊരു സാധാരണ വനമല്ല. ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്ന ഒരു വലിയ സ്പോഞ്ച് പോലെ ഇതിനെ നമുക്ക് കണക്കാക്കാം. ലോകത്തിലെ 10% വരുന്ന ജീവിവർഗങ്ങളുടെ വീട് കൂടിയാണ് ഈ കാടുകൾ. കുറച്ചൊന്നുമല്ല, ഓരോ വർഷവും 2.4 ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് ഈ കാട് വലിച്ചെടുക്കുന്നതെന്ന് കണക്കുകൾ പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് കാലാവസ്ഥാ മാറ്റങ്ങളെ ചെറുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മാത്രമല്ല, ഭൂമിയിലെ 20% ഓക്സിജനും പുറത്തുവിടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. കൂടാതെ വടക്കേ അമേരിക്കയിലെയും യൂറോപ്പിലെയും മഴയെ സ്വാധീനിക്കുന്നതും ഒരു വലിയ അളവിൽ ഈ വനങ്ങൾ തന്നെയാണ്. ആമസോൺ മഴക്കാടുകളെ നശിപ്പിക്കുക എന്നത് കേവലം തെക്കേ അമേരിക്കയിലെ ചില രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളെയും കൂടിയാണ് ഇത് ബാധിക്കുന്നത്. എന്നിട്ടും മനുഷ്യൻ, നമ്മൾ അതിനെ വെട്ടി നശിപ്പിക്കുകയാണ്. ഈ ഒരു ഇന്റർനാഷണൽ മീറ്റിങ്ങിന് വേണ്ടി ബ്രസീലിലെ ബെലമിൻ എന്ന പ്രദേശത്തിനോടനുബന്ധിച്ച് കിടക്കുന്ന ആമസോൺ വനത്തിലൂടെയാണ് 13.2 കിലോമീറ്റർ ദൂരത്തിൽ 4 വരി പാതയായി ഈ അതിവേഗ പാത നിർമ്മിക്കുന്നത്. ഈ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ പ്രധാന വേദികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ പാത നിർമ്മിക്കുന്നത്. 50,000-ലധികം വരുന്ന ആഗോള തലത്തിലുള്ള പ്രതിനിധികൾക്ക് ഗതാഗത കുരുക്കുകളില്ലാതെ ഇതിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു പാത നിർമ്മിക്കുന്നത്. ഇതൊരു എക്കോ ഫ്രണ്ട്ലി ഹൈവേ ആയിരിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് പറയുന്നത്. ഈ ഒരു പാതയിൽ സോളാർ പവേർഡ് ലൈറ്റുകളും സൈക്ലിങ്ങിന് അനുയോജ്യമായ പാതയും കൂട്ടത്തിൽ വന്യജീവികൾക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സൗകര്യങ്ങളുമൊക്കെ ആയിട്ടാണ് ഈ ഒരു പാത നിർമ്മിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ വിമർശകരായിട്ടുള്ള ആളുകൾ ഗ്രീൻ വാഷിംഗ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാലാവസ്ഥയ്ക്ക് വേണ്ടി എന്ന പേരിൽ നടത്തുന്ന ഈ ഒരു കോൺഫറൻസിന് വേണ്ടി എങ്ങനെയാണ് ഒരു മഴക്കാട് വെട്ടി നശിപ്പിക്കുന്നത് എന്നും അവർ ചോദിക്കുന്നു. ഈ ഒരു പദ്ധതിക്ക് വേണ്ടി 8 മൈലിലധികം മഴക്കാടുകൾ ഇതിനോടകം തന്നെ വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് അവിടെയുണ്ടായിരുന്ന വന്യജീവികളെയും ആദിവാസി സമൂഹങ്ങളെയും സ്ഥലം മാറിപ്പോകുന്നതിന് നിർബന്ധിതമാക്കി. അവരിൽ പലർക്കും നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ അവർക്ക് അവരുടെ കൃഷിഭൂമിയിലേക്കോ വനത്തിലേക്കോ പ്രവേശിക്കാൻ പോലും കഴിയുന്നില്ല. അനധികൃതമായ മരം വെട്ടലും കൂടുതൽ വനനശീകരണവും ഇതിന്റെ ഭാഗമായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കലിത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തടയുക എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെന്നും അധികൃതർ പറയുന്നു. ആമസോൺ മഴക്കാടുകൾ അതിന്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. വനനശീകരണം ഇതുപോലെ തുടരുകയാണെങ്കിൽ മഴക്കാടിന്റെ പല പ്രദേശങ്ങളും വരുന്ന കാലങ്ങളിൽ വരണ്ട പ്രദേശമായി മാറുമെന്നും അവർ പറയുന്നു. അതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുവാനുള്ള കാടിന്റെ ശേഷി കുറഞ്ഞു വരികയും ഇത് ആഗോള താപനം വർദ്ധിപ്പിക്കുകയും മഴയുടെ പാറ്റേൺസിൽ മാറ്റം വരുത്തുകയും ചെയ്യും. മാത്രമല്ല, നമുക്കൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത രീതിയിൽ ജൈവ വൈവിധ്യങ്ങൾ എന്നേക്കുമായി ഇല്ലാതാവുകയും ചെയ്യും. തീർച്ചയായും നമുക്ക് ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് കോൺഫറൻസുകളും മീറ്റുകളുമെല്ലാം ആവശ്യമാണ്. പക്ഷേ അതൊരിക്കലും നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാവരുത്. COP30 എന്ന ഈ ഒരു കോൺഫറൻസ് തീർച്ചയായും ആമസോണിനെ സംരക്ഷിക്കാനുള്ള ഒരവസരമായി മാറുമായിരുന്നു. പക്ഷേ അത് കാലാവസ്ഥാപരമായ ഒരു വിരോധാഭാസമായാണ് മാറിയത്. ഭൂമിയെ സംരക്ഷിക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ പറ്റിയുള്ള കേവലം ചർച്ചകളല്ല നമുക്ക് വേണ്ടത്. അത് നശിപ്പിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടത്.